കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. സാക്ഷി വിചാരത്തിന് നമ്മൾ ആദ്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ പറഞ്ഞൊരു സാക്ഷ്യമാണ്. രാജീവിൻ്റെ സാക്ഷ്യം. അച്ഛൻ ഈ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പോയി ആ സാക്ഷ്യം വീണ്ടും ഒന്ന് കേൾക്കണം. നമ്മുടെ സങ്കീർത്തനങ്ങളും കർത്താവിൻ്റെ വചനങ്ങളും ഒക്കെ വായിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യൻ്റെ വർത്തമാനകാല ദൈവ അനുഭവത്തോട് ചേർത്ത് വെച്ചാണിത് വായിക്കുന്നത്. കാരണം സങ്കീർത്തനങ്ങൾ നമ്മളെ കുമാരനാശാൻ്റെ കവിത പോലെ ഹീബ്രു കവികൾ വെറുതെ എഴുതണമല്ല, സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകണമല്ല. കവിതകളെല്ലാം സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാകണതാണ്. പക്ഷേ സങ്കീർത്തനങ്ങൾ ദൈവാനുഭവങ്ങളിൽ നിന്നാണ് ഉണ്ടാകണത്. അതാണ് വ്യത്യാസം. കവിതകളും സങ്കീർത്തനങ്ങളും തമ്മിലുള്ള പ്രകടമായ അടിസ്ഥാനപരമായ വ്യത്യാസം ഒന്ന് സങ്കല്പത്തിൽ നിന്നുണ്ടാകും, മനുഷ്യാനുഭവങ്ങളിൽ നിന്ന്. മറ്റത് ദൈവാനുഭവങ്ങളിൽ നിന്നുണ്ടാകും. അതാണ് വ്യത്യാസം. ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അതാണ്. ഈ രാജീവിന് 42 വയസ്സുണ്ട്, വൈഫിനുമുണ്ട് 41 വയസ്സ്. അപ്പോഴേ ഒരു ദിവസം അവർ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. നമുക്കറിയാമല്ലോ, ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതൊക്കെ ഉടമ്പടി എടുത്തെന്നല്ല പറയണത്, ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്നാണ് പറയണത്. പണ്ടൊക്കെ ആൾക്കാർ അങ്ങനെ പറയണത്. ഇത് പ്രൈമറി സ്കൂളിൽ, ഉടമ്പടിയുടെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയണത് ഞങ്ങൾ ഉടമ്പടി എടുത്തെന്നാണ് പറയണത്. അതിൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർ പറയും ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്ന് പറയും. ഇത് വ്യത്യാസം അതാണ്. അപ്പോൾ രാജീവും ഭാര്യയും ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ദൈവം ആ ഉടമ്പടി പക്കയാണെങ്കിൽ, പ്രോമിസ് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവം എപ്പോഴും അവിടെ വഴികളിലുണ്ടാകും, വീടുകളിലുണ്ടാകും, എവിടെയെല്ലാം. വേറെവർ വി ഗോ, ഉടമ്പടി നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്നാണ്. അതായത് ജോഷുവ 1:9 നമ്മൾ എപ്പോഴും പറയുന്നതാണ്, വേറെവർ യു ഗോ. പിന്നെ ഇപ്പോൾ ജോഷുവയുടെ 33 അല്ല, പുറപ്പാടിൻ്റെ 33:14 ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും. തമ്മിൽ കൂടി വെക്കുമ്പോഴേ ഇപ്പോൾ ജോഷുവ 1:9 ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും, ഈവൻ ഇൻ യുവർ വെന്റിലേറ്റർ, നിൻ്റെ വൈഫ് അവിടെ വരത്തില്ല, പക്ഷെ ഞാൻ അവിടെ വരും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ പ്രത്യേക വിശേഷ വിദ്യയായി, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് ഇന്ന് ലഭ്യമായ ലളിതവും കൃത്യവുമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കണമെന്ന് പറയണത്. ഈ ദിവസം ഈ ആഴ്ചയിലുള്ള സാക്ഷ്യങ്ങളെല്ലാം ആ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ രാജീവും വൈഫും ഉടമ്പടി ജീവിക്കുന്നവരാണ്. അപ്പോഴും പെട്ടെന്ന് അപ്പം എന്തെങ്കിലും ഉടമ്പടി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ദൈവം സുനിശ്ചിതമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോഴേ ഉടമ്പടിയിൽ പ്രയുക്തമായിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണല്ലോ. കാര്യം ഇത് മരിയൻ കവനല്ലേ നമ്മൾ ചെയ്യണത്. അപ്പം അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാവരും കൂടുതലായിട്ട് ഒരു 70% എബവ് ആൾക്കാർ
അനുഭവിക്കുന്നത് മരിയൻ പ്രസൻസാണ്. അപ്പം മരിയൻ പ്രസൻസിന് സ്വർഗീയ സുഗന്ധമാണ്, അലൗകികമായ നമ്മുടെ നാസ്തികയ്ക്ക് അത്രയും പരിചയമില്ലാത്ത ഒരു വ്യത്യസ്തമായ സുഗന്ധമാണ്. അപ്പോൾ ഈ രാജീവും വൈഫും കൂടി ഇരുന്ന് രാത്രി കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി, 2 കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞുണ്ടാവും ഉറങ്ങിക്കഴിഞ്ഞ് ഇവർ രണ്ടും കൂടി എന്ത് ദൈവികമായ കാര്യവും വചനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുഗന്ധം ഇങ്ങനെ തണുത്ത സുഗന്ധം മുറി മുഴുവൻ വ്യാപിക്കും. വൈഫ് ഒരു ആനന്ദ അനുഭൂതിയിൽ കരയാൻ തുടങ്ങാം. അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഈ മുറി മുഴുവൻ അങ്ങ് നിറയുക. അതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് എല്ലാ ദിവസവും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അങ്ങനെ അത് കഴിയുമ്പോൾ അപ്പോൾ ഹസ്ബൻഡ് പറയും മാതാവ് നമ്മുടെ കൂടെയുണ്ട്, അമ്മ എന്തോ അടയാളം നമുക്ക് തരാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവർ ചുമ്മാ കൊണ്ടുപോയി 2 ദിവസം കഴിയുമ്പോൾ വൈഫ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. 42 വയസ്സുണ്ട്. എന്നാലും അമ്മ വന്നല്ലോ, അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഒരു അടയാളം കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് പോയി പ്രഗ്നൻസി ടെസ്റ്റ് നടത്തും. അപ്പോഴത് പോസിറ്റീവാകും. അപ്പോൾ ഡോക്ടർമാർ പറയും ഒറ്റ നാളൊക്കെ പോകത്തില്ല, നിങ്ങൾക്ക് ഷുഗറാണ്, ഇത് ഹൈ റിസ്ക് ആണെന്ന് പറയും. ഹൈ റിസ്ക്കാണ് ഈ സമയത്ത് പ്രഗ്നൻ്റ് ആകണത്. കാര്യം ഡോക്ടർ നേരത്തെ പറഞ്ഞായിരുന്നു, നേരത്തെ ഇവർ ഈ വിഷയത്തിന് ഡോക്ടർമാർ കാണിക്കുമ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിലൂടെ നടക്കത്തുള്ളൂ, സ്വാഭാവികമായി നടക്കത്തില്ലെന്ന് പറയുമായിരുന്നു. ട്രീറ്റ്മെൻറ്റിലൂടെ നടന്നാൽ പോലും അത് ഒത്തിരിയേറെ കോസ്റ്റ്ലിയാണ്, ഹൈ റിസ്ക്കാണ്. ഈ മാനുഷികമായിട്ട് കാര്യങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ ഇതാണ്. അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, രണ്ടാമത്തത് ഹൈ റിസ്ക് ആയിരിക്കും. ദൈവികമാകുമ്പോഴേ കോസ്റ്റ്ലി ആയിരിക്കത്തില്ല, അതിനകത്ത് റിസ്ക് ഇല്ല. അതാണ് എൻ്റെ വ്യത്യാസം എന്നാണ്. അനോയിൻറ്റിങ് മോഡിലാണ് ഉടമ്പടിയുടെ ഒരു സംഭവം. അത് നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര പാടാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് ഹ്യൂമൻ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. മാനുഷികമായ അധ്വാനത്തിന് വിധേയമായിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയുടെ എല്ലാ ഉടമ്പടി ഡിമാൻഡ്സും പ്രൗഢാന്ന് അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. രോഗികളെ പോയി കാണണം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം. ഇയാൾ ഈ രാജീവ് എന്ന് പറഞ്ഞ ആൾ പ്രേക്ഷിത പ്രവർത്തനം സന്തോഷത്തോടെ ചെയ്യുന്ന ആളാണ്. കാര്യം ഒരു പത്രം, കൃപാസനം പത്രം കൊടുക്കാൻ വേണ്ടി 10 കിലോമീറ്റർ നടന്നു പോയ ആളാണ്. ഇതിങ്ങനെയൊക്കെ മനുഷ്യർ ഉടമ്പടി ചെയ്യണത്. ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ദൈവം മാറുക. നിങ്ങൾ ഉള്ള ഉടമ്പടി പത്രം മുഴുവനും ഒരു പണിയും ചെയ്യത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നേച്ചും കർത്താവ് അനുകരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതിന് നിങ്ങൾ വേറെ വല്ല പരിപാടിക്കും പോകാനില്ല. ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമാറ്റുകളുണ്ട്. അത് സത്യസന്ധമായിട്ട്, അത് വൃത്തിയായിട്ട്, സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതെന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടിയുടെ ലക്ഷ്യവും ഉടമ്പടിയുടെ പ്രയോറിറ്റിയും അതുപോലെ തന്നെ അത് ദൈവമായിരിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഉടമ്പടിയുടെ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന ആൾ പെട്ടെന്ന് അതിൽ ഹൈസ്കൂളിലേക്ക് മാറുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ, നിങ്ങളിപ്പോൾ ഉടമ്പടിയുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെഫറൻസ് വെച്ചിരിക്കുന്നത് ഭൗതികമായ കാര്യമാണെന്ന് വിചാരിച്ചോ. വസ്തു വിൽക്കുകയോ അല്ലെങ്കിൽ കടങ്ങൾ പരിഹരിക്കുകയോ ജപ്തി നടപടിയിൽ നിന്ന് രക്ഷപ്പെടുകയോ എന്തെങ്കിലും ചെയ്ത ഒരു കാര്യമാണ് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും ചിന്തിക്കണമെങ്കിൽ ഇത് ഹ്യൂമൻ ഫോർമാറ്റിൽ കിടക്കുകയാണ്, മാനുഷികമായ ലെവലിലാണ് കിടക്കുന്നത്. ഇത് പെട്ടെന്ന് ഹൈ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള മാർഗം ഉടമ്പടി ലക്ഷ്യം ദൈവികമാക്കി മാറ്റണം. ഇപ്പം മാനുഷികമല്ലേ, അത് പെട്ടെന്ന് ദൈവമാക്കി മാറ്റണം. ഇത് കാര്യം ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്തെല്ലാം, ദൈവമായിട്ട് എങ്ങനെ ഉയരാൻ പറ്റും, ദൈവത്തിന് എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും, ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റും, ഇങ്ങനെ ദൈവത്തെ കുറിച്ച് മാത്രം ദൈവത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ട് വേണം ചിന്തകളെല്ലാം ക്രമീകരിക്കാൻ. ഇപ്പം നിങ്ങളുടെ ജീവിത പ്രശ്നത്തെ സെൻട്രൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു 90% പേരും ഉടമ്പടിയെ സമീപിക്കണം. അതുകൊണ്ടാണ് ലാഗ് ചെയ്യേണ്ടത്. ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഉടമ്പടി പക്ക ബിബ്ലിക്കൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിരിക്കണേ. അതിൻ്റെ ലാഗ് ചെയ്യത്തില്ല. അതിൻ്റെ അകത്ത് അതിങ്ങനെ ദൈവം 2 പറഞ്ഞാൽ അത് 2.1 3.99 ആകത്തില്ല. അത് 2 തന്നെ ആയിരിക്കും.
ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കാനോ സാധ്യതയുണ്ടെന്നല്ല, ഉണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ചിലർക്ക് ചങ്കിൽ ഈ സംഭവം അടിച്ചങ്ങോട്ട് കയറും. നിങ്ങളെ കംപ്ലീറ്റ് പ്രെയർ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയാണ്. അതായത് ദൈവം പെട്ടെന്ന് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം. വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവസ്നേഹം വളരാൻ തുടങ്ങും. പിന്നെ എങ്ങനെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാം. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ 10 കിലോമീറ്റർ സഞ്ചരിച്ചു പോയി കൃപാസനം പത്രത്തിൻ്റെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത്. അപ്പം അവരോട് മാതാവ് മനസ്സിലൊരു ഉൾക്കാഴ്ച കൊടുക്കും. ഇതെവിടെയാണ് അനുഗ്രഹത്തിൻ്റെ ബ്യൂട്ടി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കും. എവിടെയാണ് ഇതിൻ്റെ മർമ്മമുള്ളത്, അനുഗ്രഹത്തിൻ്റെ മർമ്മമുള്ളത് എവിടെയാണെന്ന്. ദൈവമായിട്ട് നിങ്ങൾ പ്രേയറിലും സത്യസന്ധയിലും ഉടമ്പടി പ്രകാരം അടുക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് തരും. ഇന്ന സാധനങ്ങളിലാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ മനുഷ്യനോട് പറഞ്ഞ്, ഇത് പത്രത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നീ എത്രയായാലും ഇത് കൊണ്ടേ കൊടുക്കുക. അതുവഴി കർത്താവിന് അറിയാത്തത് അറിയും, അറിഞ്ഞവർ മഹത്വപ്പെടുക, ഇതിൽ ദൈവം മഹത്വപ്പെടും എന്നൊക്കെ അവർക്ക് ആ ആന്തരിക ബോധ്യം കിട്ടും. ആന്തരിക ബോധ്യം കിട്ടാത്തവർ ഇത് എവിടെ കൊടുക്കാനാണ്, ഞങ്ങൾ തന്നെ കൊടുക്കാനില്ല, വല്ലവരും കാണുമോ, അവരെന്ത് പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അളിഞ്ഞ വർത്തമാനം പറഞ്ഞുകൊണ്ട് മോന്തം കയറ്റി നടക്കും. ഈ പിശാചുകൾ ഉടമ്പടി എടുക്കരുത്. വാസ്തവത്തിൽ നിങ്ങളുടെ സ്പേസ് നരകത്ത് നേരത്തെ വെച്ചിരിക്കുന്നതാണ്. കാര്യം നിങ്ങൾ അല്പവിശ്വാസികളോ ദൈവത്തെ ജീവിതം കൊണ്ട് പരീക്ഷിക്കാൻ വന്നിരിക്കുന്ന പിശാചിൻ്റെ പിണിയാളുകളോ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് വിശുദ്ധിയോടെയും സത്യസന്ധമായിട്ടും സ്വന്തം ജീവിത ആവശ്യത്തെക്കാൾ ഉപരി ദൈവത്തെ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ആ ഒരു ബോധത്തോടുകൂടി ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ പടപടാന്ന് നിൽക്കും ഈ സംഭവം. എന്നൊക്കെ ഇപ്പം കണ്ടില്ലേ, ഇങ്ങനെ സത്യസന്ധമായി ദൈവത്തിൻ്റെ അടുക്ക് വർക്ക് ചെയ്യുമ്പോൾ എന്തു ചെയ്യും, ആ വ്യക്തിയുടെ കുടുംബത്തിൽ മാതാവിൻ്റെ സാന്നിധ്യം നിറയുകയാണ്. ആ സാന്നിധ്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്വർഗീയ സുഗന്ധം ഇങ്ങനെ പരന്നു വരണത്. സ്വർഗീയ സുഗന്ധം അത് ഫീൽ ചെയ്തിട്ട് ഇവിടെ ഉള്ളുന്ന ആനന്ദ അനുഭൂതിയിൽ അഭിഷേക നിറവിൽ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് കരയുകയാണ്. അപ്പോഴവർക്ക് മനസ്സിലായി ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് റിസ്ക്കാണ്, ഷുഗർ ഇത്രയും ഉള്ളതല്ലേ, അപ്പോൾ റിസ്ക് ആണെന്ന് പറയുമ്പോൾ ഇവരെന്താ പറയണത്, ഇത് ഉടമ്പടിയുടെ കുഞ്ഞാണ്, ഇതിൻ്റെ റിസ്ക് കവർ ചെയ്യേണ്ടത് ആരാണ്, മാതാവാണെന്ന് പറയും. എന്നിട്ട് അവസാനം ഈ കുഞ്ഞ് വളർന്ന് വളർച്ച പ്രാപിച്ച് ഇതിൻ്റെ ഡെലിവറി ടൈമിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ വൈദ്യശാസ്ത്രം പറയും. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയും ഇത്രയും ആ കുഞ്ഞ് സാധാരണ ഉള്ളതിനൊക്കെയായിട്ട് 3,800 4,200 ഉണ്ട്, വലിയ കുഞ്ഞാണ്, ഇത്രയും ഒരു പ്രതീക്ഷിച്ചില്ല. അതിനൊരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് നടക്കും കാര്യങ്ങളൊക്കെ. കാര്യം ഡെലിവറിക്ക് മുമ്പ് തന്നെ ഇത് ലോ റിസ്ക് ആയിട്ട് മാറി. ലോ റിസ്ക്, ഹൈ റിസ്ക് ആയിരുന്ന സംഭവം ലോ റിസ്ക്കായി മാറി, ഈസി ആയിട്ട് മാറി. യാതൊരു ഉത്കണ്ഠയുമില്ല, പേടിയില്ല, ഒന്നുമില്ലാതെ. അത് ഈ ഹൈ റിസ്ക് ലോ റിസ്ക് ആയിട്ട് മാറുന്ന വിഷയം ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു പ്രൊമോഷനാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലൈറ്റ് വെയ്റ്റ് എന്ന് നമ്മൾ പറയും. ലൈറ്റ് വെയ്റ്റ്, അത് ഈ ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങൾ അപ്പോൾ 11:28 പറയാം, 11:28, അതുപോലെ ജോഷുവ 24:13, അതിലെല്ലാം ഈ ലൈറ്റ് വെയ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 11:30. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഭാരം ലഘുവാണെന്ന് അർത്ഥം. ഭാരം ലഘുവാണ്. അപ്പം ഇത് ഹൈ ആയിട്ട് വെയിറ്റ് ആയിട്ടുള്ള സംഭവത്തെ ഇങ്ങനെ ദൈവം ഇടപെട്ട് അത് ലഘുവാക്കി കൊടുക്കും. ഹൈ റിസ്ക് എന്ന് പറഞ്ഞതിനെ ലോ റിസ്ക് ആക്കി കൊടുക്കും. യോഹൻ ജോഷുവ എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ജോഷുവ 24:13. ജോഷുവ 24:13. നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. അപ്പോൾ നമ്മൾ അധ്വാനിക്കാത്ത, നമുക്ക് റിസ്ക് ഇല്ലാത്ത, നമുക്ക് വ്യയമില്ലാത്ത, നമുക്ക് ഭാരമില്ലാത്ത, ദൈവം നേരിട്ട് ചെയ്യുന്ന അനുഭവങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഉടമ്പടിയുടെ ഒരു പ്രോമിസിൻ്റെ ഭാഗമാണ്. ഇതാണ് ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ അതിന് അധ്വാനിക്കണം നിർബന്ധമില്ല. ദൈവം അത് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യും. എൻ്റെ മക്കളെ, എനിക്ക് തോന്നുന്നത് നോട്ട് ബൈ മെറിറ്റ് പോലെ ഏറ്റവും ടോപ്പ് സംഭവമാണ് നിങ്ങൾ, അതായത് നമ്മൾക്ക് പറ്റാത്തതും നമ്മൾക്ക് ചെയ്താൽ വിജയിക്കാത്തതുമായ വിഷയങ്ങൾ ദൈവം നേരിട്ട് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് ചെയ്യണം. ഇതെല്ലാം പ്രസൻസിൻ്റെ വിഷയമാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞില്ലേ, അതും ഈ ലൈറ്റ് വെയ്റ്റും തമ്മിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതായത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ദൈവം വരുമ്പോഴെന്താ സംഭവിക്കണത്? ഈ പ്രസൻസാണ് മറ്റ് എല്ലാ പ്രാർത്ഥനാ രീതികളെക്കാളും ഉടമ്പടിയുടെ എല്ലാ ആക്ടിവേറ്റ് ചെയ്യണത് പ്രസൻസാണ്. നിങ്ങളെപ്പോഴും നിങ്ങളെ ബുദ്ധിപരമായിട്ട് വേണം ഉടമ്പടിയെ സമീപിക്കാൻ. അതായത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ ഉടനെ വിസ വന്നില്ലല്ലോ, അല്ലെങ്കിൽ പറമ്പ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ ആൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വഴിക്കണ്ണം നട്ട് നോക്കരുത്. നിങ്ങൾ വഴിക്കണ്ണം നടാൻ നിങ്ങൾക്ക്, പക്ഷെ അത് ദൈവത്തിലേക്കായിരിക്കണം. മനസ്സിലായേ? നിങ്ങൾ ഈ വസ്തു വിൽക്കാമെന്നും പറഞ്ഞ ആൾ അഡ്വാൻസ് തന്നിട്ട് പോയി, പിന്നെ അയാളെ കണ്ടില്ലല്ലോ, അയാൾ വന്നു, അയാളെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഏജൻസിയോടും കമ്മീഷക്കാരനൊക്കെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ വഴിക്കണ്ണ് വിട്ടിട്ട് നിങ്ങൾ നിൽക്കണ്ടേ? നിങ്ങൾ വഴിക്കണ്ണിടുന്നത് ദൈവത്തെ അല്ല, പിന്നെ എന്താണ്? മനുഷ്യനെയാണ്. മനുഷ്യനെ വഴിക്കണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ജന്മം നിങ്ങൾക്ക് തികയാതെ വരും. ഇത് സ്പീഡപ്പ് ആകണമെങ്കിൽ, ബൈ നോട്ട് ടൈം ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഉടമ്പടിയിൽ ദൈവത്തെ വഴിക്കണ്ണിട്ട് നോക്കണം. ദൈവം എൻ്റെ കുടുംബത്തിൽ പ്രസൻസ്. അപ്പോൾ പ്രസൻസിന് മുൻതൂക്കം കൊടുത്താൽ, ആ പ്രസൻസ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മളെന്ത് വചനം വായിക്കണേ? കർത്താവിൻ്റെ വചനങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. പ്രസൻസിലുള്ള ദൈവം നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് വചനം. അപ്പോൾ 1/2 മണിക്കൂർ വചനം വായിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും വചനം അനോയിൻറ്റഡ് ആകുമ്പോൾ ആ വചനത്തിൻ്റെ മീഡിയത്തിലൂടെ ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യും. അതാണ് നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേട്ട് ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയണതും, നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയണതും ഈ പ്രസൻസിലുള്ള ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ്. ഇപ്പോൾ സങ്കീർത്തനം 32:8 നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ യെശയ്യാ take the bed of God, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശയ്യാ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഉടമ്പടി എടുക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇതുപോലെ ഉപദേശം കിട്ടുന്നുണ്ട്, ആന്തരിക ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ, ഇതാണ് വഴി, ഇതിലേ പോവുക. അതുപോലെ നിങ്ങൾക്കും കിട്ടും. എല്ലാ വഴിയത്തെ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സാക്ഷികളോടെ സംസാരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ സ്നേഹ കണ്ണൂരിൻ്റെ സാക്ഷ്യമാണ്. അപ്പോൾ സ്നേഹ കണ്ണൂരിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവൾ എന്തോ പരീക്ഷ എഴുതിയിട്ട് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടമ്പടി എടുത്ത കക്ഷിയാണ്. ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റേ, അതാണ് വിഷയം. അപ്പോൾ ഒരു ദിവസം എന്താണ് ഈ ഉടമ്പടി എടുത്തിട്ടും പരീക്ഷ തോറ്റത് എന്താണ്? ഇവളെ വീണ്ടും അത് ഓർത്തിട്ട് ഇവൾ വിശ്വാസത്തിൽ പിന്നെയും ചാഞ്ചല്യമാണ് ഉണ്ടാക്കുന്നത്, ചെഞ്ചലിപ്പുണ്ടാക്കും. ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, പിന്നെ എന്താ പരീക്ഷ തോറ്റത് എന്ന് ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഉടനെ രാത്രി എന്താണ് തോറ്റതെന്ന് കർത്താവ് പറയും. മാതാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു മെസ്സേജ്, ഒരു സ്വപ്നം കാണും. എന്നിട്ട് ഇവൾ തുണി അലക്കുന്ന ഒരു സ്വപ്നം കാണും.
ഇപ്പം ഈ പണ്ടത്തെ കാലം പോലെ ഒന്നുമല്ല, നേരിട്ട് സംസാരിക്കണം, അപ്പോഴപ്പം തീർക്കേണ്ട കേസ് കെട്ടുകൾ. ഇവൾ പ്രശ്നം എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തില്ല, പിന്നെ എന്താ പരീക്ഷയ്ക്ക് തോരുന്നതാണ്, ഉടനെ മറുപടി രാത്രി വരും. എന്താ പറയുക, മറുപടി രാത്രി തന്നെ എന്താണ്, അമ്മ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഉടനെ ഇവൾ തുണി അലക്കണ കാണും. അപ്പോൾ ഉടനെ അമ്മയോട് പറയും, ഇവളുടെ അമ്മയോട് പറയും, രാത്രി മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഞാൻ തുണി അലക്കുകയായിരുന്നെന്ന് പറയും. അപ്പോൾ ഉടനെ അമ്മ പറയും, നീ ഉടമ്പടി എടുത്തിട്ട് അതുപോലെ വെറുതെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിക്ക് മാത്രം ഇരിക്കുകയല്ലേ, വേറെ ഒരു പണിയും ചെയ്യണില്ല. ഈ പണ്ടാരം ഒരു പണിയും ചെയ്യണില്ല, ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലി ഇരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നീ ആദ്യം മര്യാദയ്ക്ക് ആ പത്രം എല്ലാം കൊണ്ട് പ്രേക്ഷക പ്രവർത്തനം ചെയ്തിട്ട് വല്ല അനാഥാലയത്തിലും പോയി അവിടെ തുണിയൊക്കെ ഇറക്കി കൊടുക്കാൻ പറയും, അമ്മ പറയും. അപ്പം ഇവൾക്ക് പക്ഷേ ആഗ്രഹമുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്, പക്ഷെ അവസരമില്ല. എവിടെ പോകണം, ആര് കൂടെ വരും, എങ്ങനെ ചോദിക്കണം, ആരെ കോണ്ടാക്ട് ചെയ്യണം, ഐഡിയ ഇല്ല. പക്ഷേ ഐഡിയ ഇല്ലാതെ ഇവളെ ഇങ്ങനെ പമ്മി ഐഡിയ ഇല്ലെന്നും പറഞ്ഞിങ്ങനെ പമ്മി നിൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ഈ സ്വപ്നം കണ്ട് ഇവളുടെ അമ്മ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറഞ്ഞ ദിവസം പെട്ടെന്ന് അനാഥാലയത്തിൻ്റെ അഡ്രസ്സും കിട്ടി, പോകാനുള്ള സ്വരം കിട്ടി, പോകാനുള്ള ആളം വന്ന് ഇവർ പോയി. ഇവളവിടെ പോയി ബാത്റൂമെല്ലാം കഴുകി കൊടുത്തവരുടെ, അവിടെ ആ വസ്ത്രങ്ങളെല്ലാം കഴുകി കൊടുത്തു. എൻ്റെ ദൈവമേ, അതോടുകൂടി ആ ഒറ്റ വിഷയത്തിൽ ആ ചാപ്റ്ററെല്ലാം ക്ലോസ് ചെയ്ത്, ഇതാണ് നീ നടക്കേണ്ട വഴി, നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. ആ സെക്കൻഡിൽ തന്നെ ആൾ പരീക്ഷയ്ക്ക് പാസ്സായി, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പെട്ടെന്നാണ് ഈ സംഭവം വരണത്. ഒരു ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പാസ്സായെന്ന് വെച്ചാൽ 2 മൊഡ്യൂൾ പോയി. 2 മൊഡ്യൂൾ പോയതല്ല പ്രശ്നം. 2 മൊഡ്യൂൾ പോയിട്ടും മാതാവ് ജർമ്മനി ഇവൾക്ക് പെർമനൻ്റ് ജോലി കൊടുത്തു. അതാണ് ഇവിടുത്തെ മിറക്കിളെന്ന് പറയണത്. ഉടമ്പടി അവൾ കറക്റ്റ് ചെയ്ത്, മാതാവ് പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ മനുഷ്യന്മാർ കുറേ നിയമങ്ങളൊക്കെ വെക്കും, 4 മൊഡ്യൂളും പാസ്സാകുമെന്നൊക്കെ പറയും. പക്ഷെ അതവരുടെ മെരിറ്റാണ്. പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെരിറ്റിലാണ്, ബട്ട് ബൈ ഗ്രേസിലാണ്. പക്ഷെ അമ്മ നിങ്ങളുടെ ഫയൽ എടുത്ത് കഴിയുമ്പോൾ പോടാവില്ല എന്ന് പറയും, 2 മൊഡ്യൂളൊക്കെ പിന്നെ എഴുതാമെന്ന് പറയും, മര്യാദയ്ക്ക് ജോലി എടുക്കാൻ പറയും. ആദ്യം നിങ്ങളുടെ ഒരു ദൈവസ്നേഹം എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയണത് അമ്മയെക്കൊണ്ട് നിങ്ങളുടെ ഫയൽ എടുപ്പിക്കുകയാണ്. നിങ്ങൾ പറയണ എംബസി ഫയൽ എടുക്കണം എന്നാണ് പറയണം. അങ്ങനെയല്ല നിങ്ങൾ പറയേണ്ടത്. അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണം എന്ന് പറയണം. അപ്പോൾ വിഷയം മാറും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫോർമാറ്റ് മാറ്റിയാൽ മതി. എംബസി ഫയൽ എടുക്കണമെന്ന് പറയുന്നതിന് പകരം അമ്മ ഞങ്ങളുടെ ഫയൽ എടുക്കണമെന്ന് പറയണം. അമ്മ ഫയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മകളോട് പറയും, മകളെ മര്യാദക്ക് ചെയ്യാനുള്ളതൊക്കെ വൃത്തിമേനയായിട്ട് ചെയ്യാൻ പറയും. ശ്രദ്ധിക്കട്ടെ. കവിനപ്പുറത്ത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പാടി വാഴ്ത്താ പാവന സ്നേഹമേ, പാടി വാഴ്ത്താ പാവന സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരുടെയും പ്രശ്നം ഉടമ്പടി നിങ്ങൾ ലൈറ്റ് വെയിറ്റാക്കി കളഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി എല്ലാവരുടെയും, അതായത് നിങ്ങൾക്ക് ഉടമ്പടിയിൽ ദൈവസാന്നിധ്യം വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവമാണ് ലൈറ്റ് വെയിറ്റാക്കേണ്ടത്, നിങ്ങളുടെ വിഷയം. പക്ഷെ നിങ്ങൾ അതിന് പകരം നിങ്ങളെന്ത് ചെയ്ത് ഉടമ്പടി ലൈറ്റ് വെയിറ്റാക്കി. ഇവളങ്ങനെ ചെയ്തിരിക്കണത്. അവളെന്താ ചെയ്തിരിക്കണത്? ഉടമ്പടി എടുത്തൊരു പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയിരിക്കുക, ലൈറ്റ് വെയിറ്റാക്കി ഇരിക്കുകയാണ്. പിന്നെ കഴിയില്ല. അതായത് നിങ്ങൾ കൈ നനയാതെ ഈ സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടായിരിക്കും. കോഴി മുട്ട എന്നെ ബിരിയാണിയില്ലല്ലോ, ഞാൻ ബിരിയാണിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് കോഴി മുട്ടയുടെ കിടന്നുകൊണ്ട് കൊച്ചു തള്ളക്കോഴി കിടന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കും. അതായത് കുഞ്ഞു കോഴി പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ബിരിയാണിയില്ലല്ലോ എന്ന്. അപ്പോൾ തള്ളക്കോഴി പറയും, ഞാൻ നിൻ്റെ മുഖത്ത് വന്ന് കയറി ഇരിക്കട്ടെ 10-20 ദിവസം. അത് പറ്റത്തില്ലെന്ന് പറയും.
അതാണ് പ്രശ്നം. അപ്പോൾ ഇരുന്ന് ചീഞ്ഞു പോകുകയുള്ള മുട്ട. അതേ മുട്ടയ്ക്ക് വിരിയണം എന്ന് പറഞ്ഞ് ഉടമ്പടി നടക്കണം, സാക്ഷ്യം പറയണം. പക്ഷേ അപ്പോൾ തള്ളക്കോഴി പറയും, ഇത് ചൂട് വേണ്ടേ, ഞാൻ ഈ 10-21 ദിവസം നിൻ്റെ പുറത്ത് കിടക്കാൻ ഇരിക്കട്ടെ. അത് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. അതിപ്പോൾ തള്ള വേണേൽ വേറെ എവിടെ മാറിയിരിക്കാൻ പറയും, മുട്ട പറയും. വിരിയത്തില്ല, ആ സാധനം ചീഞ്ഞു പോയുള്ളൂ. പല അണ്ണന്മാരുടെ ഉടമ്പടി ചീഞ്ഞു പോകാൻ കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ചൂട് ഏക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഒരു സംഭവം പോലെ എക്സ്ട്രാ ഇല്ല. ഞങ്ങളെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങൾ ആഡ് ചെയ്തതിൽ പോലും ദൈവം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. അല്ല ജോസഫച്ചനോ ഇവിടുത്തെ ശുശ്രൂഷകരോ പ്രാർത്ഥിച്ചോ ആലോചിച്ചോ സങ്കല്പിച്ചോ ഒരു സാധനം ഉടമ്പടി അടിയിട്ടില്ല. ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഉടമ്പടി നിർവർത്തിച്ചുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിക്കാൻ അഭിഷേകം നൽകണമേ. വിശ്വസ്തയോടുകൂടി ദൈവസ്നേഹത്തോട് ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മൾ ചില സമയത്ത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പം 42 വയസ്സുള്ള ആളിന് ഡെലിവറി ഹൈ റിസ്ക് ആണ്, കുഞ്ഞ് മരിക്കും അല്ലെങ്കിൽ അമ്മ മരിക്കും, അതിനാണല്ലോ ഹൈ റിസ്ക് എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്തായിട്ടുള്ള കുഞ്ഞിനെ ഈസിയായിട്ട് കിട്ടണില്ലേ? ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന വിഷയങ്ങളെക്കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സങ്കീർത്തനമാണ് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സങ്കീർത്തനം മുഴുവനും ദൈവാനുഭവങ്ങളാണ് അവർ കീർത്തനങ്ങളാക്കി പാടിയിരിക്കണത്, അല്ലാതെ മനുഷ്യാനുഭവങ്ങൾ. കവിതകൾ ഇപ്പോൾ മറ്റ് കവികളുടെ കവിതകളിൽ അത് മനുഷ്യാനുഭവങ്ങളെയാണ് അവർ കവിതകളാക്കുന്നത്. പക്ഷേ സങ്കീർത്തനങ്ങൾ എന്താണ്? മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളെയാണ് അവർ കവിതയാക്കണത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ദൈവാനുഭവം എക്കാലത്തും നിലനിൽക്കുന്നതാണ്, എല്ലാവർക്കും സാർവജനീനമായിട്ട് ആപ്ലിക്കബിളാണ്. എന്താണ് ഇതിനെക്കുറിച്ച് ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? കർത്താവ് സിയോനിൽ നിന്ന് ഞങ്ങളെ മടക്കിക്കൊണ്ട് പോന്നപ്പോൾ ഞങ്ങളെ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നില്ലേ? അതാണ് എൻ്റെ മനസ്സിൽ വന്ന വചന. അതാ ലൈറ്റ് വെയിറ്റ് എന്ന് പറയണത്. ഇപ്പോൾ തുടങ്ങിയ പരിപാടിയല്ലേ ദൈവം. ദൈവത്തിൻ്റെ പല പ്രവർത്തനങ്ങളും ഡ്രീം ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, മെറിറ്റോറിയസ് അല്ലെങ്കിൽ പിന്നെ ഡ്രീമാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ കാര്യം മെറിറ്റിൽ നടക്കത്തില്ലെങ്കിൽ പിന്നെ എന്താണ്? അതിന് സ്വപ്ന സമാനമായിട്ടുള്ള ഫോർമാറ്റിലേക്ക് ഇത് ചേഞ്ച് ചെയ്തു. അത് നമ്മളല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പോൾ ഗ്രേസ് ആണ് ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് സ്വപ്ന തുല്യമായിട്ട് മാറും. അല്ലെങ്കിൽ എന്താ സ്വപ്ന തുല്യം? നമ്മൾ അതാണ് സങ്കീർത്തനം പറയണത്. 120 അടുത്ത സങ്കീർത്തനം 126 1 തൊട്ട് അങ്ങനെ വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ. 126 സങ്കീർത്തനം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചുകൊണ്ട് വന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗവിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ ഞങ്ങളുടെ സന്തോഷമാക്കി മാറ്റുന്ന സ്നേഹത്തിന് ആരാധന ആരാധന. ഹല്ലേലൂയ. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ. നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. നീ ആയിത്തീരും, തേനരുവി പോലായിത്തീരും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും, അധിക ബലം നിന്റെ അസ്ഥികൾക്കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും പറ്റാത്ത തേൻ